അവനെ കൈകാര്യം ചെയ്ത ആരായാലും അവർക്കൊരു സല്യൂട്ട് കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക്. മുലപ്പാൽ ചോദിച്ചവന് പാല് വീട്ടിലെത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള ക്യാപ്ഷനിലൂടെ ഓടുന്നത് അല്ലെ. ശരിക്കും പല സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഒരാളെ ആക്രമിക്കുന്നത് വളരെയധികം ദുഃഖകരമായ സംഭവമാണ്. നിയമങ്ങൾ കയ്യിലെടുക്കാൻ പാടില്ല. പക്ഷെ എങ്കിലും നമ്മുടെ കേരളം ഒറ്റക്കെട്ടായി പല ആളുകളും, നമ്മൾ എടുത്തു പറയാതിരിക്കാൻ വയ്യ. എന്താ കാര്യം എന്ന് വെച്ചാൽ വേറൊരു സംസ്ഥാനത്ത് പോലും ഇത്തരം ഒരു കെട്ടുറപ്പില്ല എന്നുള്ളതാണ്. അവന്റെ അകത്തു നിന്ന് വന്നതാണ്. ആ അകത്തു നിന്ന് വന്ന ആ ചെളി ഉണ്ടല്ലോ, അത് വയനാട്ടിൽ ഒഴുകിപ്പരന്ന ചെളിയേക്കാളും അവിടെ ഉരുണ്ടുകൂടിയ ഈ പറയുന്ന തരത്തിലുള്ള വലിയ ചതുപ്പിനേക്കാളും വൃത്തികെട്ട ചളിയാണ്. നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയങ്ങളുണ്ട്. ശരിക്കും മലയാളികള് പൊളിയാണോ അല്ലേ എന്ന് പറയാം. ശരിക്കും മലയാളികൾ തന്നെയാണ് ഈ ഇന്ത്യയില്, മലയാളികൾ തന്നെയാണ് ഇത്രയേറെ കെട്ടുറപ്പോടെ, ഇത്രയേറെ പാവങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇത്രയേറെ കൂടപ്പിറപ്പുകളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ മലയാളികൾ തന്നെയാണ്. വലിയൊരു സന്നദ്ധ പ്രവർത്തക സംഘം അവിടെ എത്തിച്ചേരുകയും അവിടുത്തെ ഓരോ മേഖലയിലും ഒരു കല്ലെങ്കിൽ ഒരു കല്ലെടുത്തു വെക്കാൻ കഴിയുന്ന രീതിയിൽ തന്നാൽ കഴിയുന്നത് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച്. നമസ്കാരം. കേരളം കണ്ട ഏറ്റവും വലിയ ദുരിതമാണ് ശരിക്കും വയനാട്ടിൽ നമ്മൾ കണ്ടത്. വല്ലാത്ത രീതിയിലേക്ക് ജനങ്ങൾ കഷ്ടപ്പെടുകയും ഒരുപാട് പേരുടെ മരണം സംഭവിക്കുകയും അതോടൊപ്പം തന്നെ പല ആളുകളും വഴിയാധാരമാവുന്ന ഒരു അവസ്ഥകളുണ്ടായി. നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ വല്ലാത്ത രീതിയിലേക്ക് സന്തോഷമുണ്ട്. വീണ്ടും വീണ്ടും സന്തോഷം രേഖപ്പെടുത്തുകയാണ്. പല വീഡിയോകളായിട്ട് നമ്മളിത് പറഞ്ഞതാണ്. കാര്യം അമ്മമാര് മരണപ്പെട്ട കുട്ടികൾക്ക് മുലയൂട്ടാൻ വരെ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റുകൾ വരെ വന്നു. അതിന് കമന്റ് ഇട്ട ആളുകളൊക്കെ ഇന്ന് എയറിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാര്യം ചില വിഷയങ്ങള് അല്ലെ വിനോട്ട, ചില വിഷയങ്ങള് ചെയ്യിപ്പിക്കുകയാണ് അല്ലെ. അതെ അതെ, അങ്ങനെ ഉണ്ടല്ലോ. അടി ചോദിച്ചു വാങ്ങാന്ന് പറയുന്ന പണിയുണ്ടല്ലോ. നിയമം അനുസരിക്കാനുള്ളതാണ്, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ചും മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിന്റെ മേൽ കൈവയ്ക്കുന്ന രീതിയിൽ നിയമം കയ്യിലെടുക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. പക്ഷേ അങ്ങനെയുണ്ടല്ലോ, നമ്മൾ ഈ ചോദിച്ചു വാങ്ങുമ്പോൾ ഇങ്ങോട്ട് തന്നേക്ക് എന്ന് പറയുന്ന രീതിയിൽ ആളുകൾ തയ്യാറാകുമ്പോൾ കൈവച്ച് പോകുന്നവരെയും അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള നീചമായ പ്രവൃത്തിയാണ് ചില ആളുകളിൽ നിന്നും ഈ ഘട്ടത്തിലും ഉണ്ടാകുന്നത് എന്നതാണ്. ഇങ്ങനെയൊരു ഗതികെട്ട ഒരു കാലത്തിലൂടെ ആളുകൾ മുഴുവൻ ഉള്ളിലും പുറത്തും കരയുകയാണ്. ആളുകൾ മുഴുവൻ സങ്കടക്കടലിലാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്ന തരത്തിലുള്ള വൃത്തികേട്. ബാബു, ആ യുവതിയുടെ, ആ അമ്മയുടെ മനസ്സ് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ എന്തെല്ലാം നഷ്ടപ്പെടും, എന്തെല്ലാം ഇല്ലാതാകും, എന്തെല്ലാം വേദനകളാണ് ഉണ്ടാവുക. അങ്ങനെ ഓരോ അംശത്തിലേക്കും ശ്രദ്ധയൂന്നി പോകുന്ന ആളുകളെയാണ്, മലയാളികളെയാണ് നമ്മൾ കാണുന്നത്. അത് പുറമെ കാണുന്ന ഭക്ഷണമോ വെള്ളമോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള താമസമോ എന്നതിലപ്പുറത്തേക്ക് എന്ത് സഹായമാണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി അന്വേഷിച്ചു പോകുന്ന ഒരു അമ്മ മനസ്സാണ്. ഒരു കൊച്ചു കുഞ്ഞിന്, മുലയൂട്ടുന്ന പ്രായമുള്ള കൊച്ചു കുഞ്ഞിന് അമ്മ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ വേദന ആർക്ക് പരിഹരിക്കാൻ കഴിയും? മുല കൊടുക്കാൻ കഴിയുന്ന അമ്മയ്ക്ക് മാത്രമേ അത് പരിഹരിക്കാൻ കഴിയൂ എന്ന ഒരു തിരിച്ചറിവിൽ നിന്ന് പലപ്പോഴും സങ്കോചത്തോടു കൂടി മാത്രം ആളുകൾ കാണുന്ന അല്ലെങ്കിൽ അതിന് സമീപിക്കുന്ന ഒരു കാര്യമായിട്ട് പോലും അങ്ങനെയൊന്ന് പരസ്യമായി പറയാൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആ ഒരു ഓഫർ മുന്നോട്ട് വെക്കാൻ അങ്ങനെ ഒരു അമ്മ അല്ലെങ്കിൽ ഒരു കുടുംബം അവരുടെ ഭർത്താവും ഉൾപ്പെടെ തയ്യാറായി മുന്നോട്ട് വന്നതിനെ പോലും അതിനെ 2 കൈയല്ല 4 കൈ കൂട്ടി തൊഴുന്ന ഒരു സമീപനം മലയാളി സ്വീകരിക്കുമ്പോഴാണ് ചില ക്ഷുദ്രജന്തുക്കൾ ഇത്തരത്തിലുള്ള ഹീനമായ, നീചമായ, വൃത്തികെട്ട, ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പോസ്റ്റുമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്നത്. അവനെ കൈകാര്യം ചെയ്ത ആരായാലും അവർക്കൊരു സല്യൂട്ട് കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക്. കാര്യം എന്തായാലും ഇത്തരം രീതിയിലേക്ക്, അതായത് ശരിക്കും സോഷ്യൽ മീഡിയയില് മുലപ്പാൽ ചോദിച്ചവന് പാല് വീട്ടിലെത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള ക്യാപ്ഷനിലൂടെ ഓടുന്നത് അല്ലെ. ശരിക്കും പല സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഒരാളെ ആക്രമിക്കുന്നത് വളരെയധികം ദുഃഖകരമായ സംഭവമാണ്. നിയമങ്ങൾ കയ്യിലെടുക്കാൻ പാടില്ല. പക്ഷെ എങ്കിലും നമ്മുടെ കേരളം ഒറ്റക്കെട്ടായി നല്ല ആളുകളുടെ കരുത്താർന്ന ലെവലിലേക്ക്, അതായത് നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. വയനാട് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായ സമയത്ത് തന്നെ കടകാലിയാക്കിയ ആളുകൾ
പല ആളുകളും നമ്മൾ എടുത്തു പറയാതിരിക്കാൻ വയ്യ. എന്താ കാര്യം എന്ന് വെച്ചാൽ വേറൊരു സംസ്ഥാനത്ത് പോലും ഇത്തരം ഒരു കെട്ടുറപ്പില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടതാണല്ലോ. തൊട്ടടുത്ത കാലത്താണല്ലോ നമ്മുടെ കർണാടകയിൽ മണ്ണിടിച്ചിലുണ്ടായി. നമ്മുടെ ഒരു സഹോദരൻ അവിടെ അതിൽ പെട്ടുകിടക്കുന്നത് ഇപ്പോഴും റിക്കവർ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ കണ്ടതാണ്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ആ വാർത്ത പോലും പുറംലോകം അറിയുന്നത്. അന്ന് തന്നെ ആ ലോറിയിൽ നിന്ന് നഷ്ടപ്പെട്ട വലിയ മരത്തടികൾ അതിന്റെ അല്പം അകലെയായി കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് പോലുമുള്ള വാർത്ത പുറത്തു വരുന്നത് 10 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ അവിടെയാണ് വയനാട്ടിൽ ഉണ്ടായ ഈ പറയുന്ന വലിയ പ്രകൃതി ദുരന്തത്തെ ഒരു ജനത എങ്ങനെയാണ് ഏറ്റുവാങ്ങിയത്. അതും 25 കിലോമീറ്ററോളം ബോഡികളൊക്കെ ഒലിച്ചു പോയിട്ട് വീണ്ടെടുത്തു എന്നുള്ളതാണ്. ആ രീതിയിലുള്ള ഒരു അപകടം നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത, ഇപ്പോഴും ദൃശ്യങ്ങൾ നിരന്തരം കണ്ടിട്ടുള്ളവർക്ക് പോലും ആ ഒരു വലിയ അപകടത്തെ ഇപ്പോഴും യഥാർത്ഥത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ദുരിതാശ്വാസ പ്രവർത്തകർക്ക് പോലും എത്തിപ്പെടാൻ കഴിയാത്ത മേഖലകൾ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 5-8 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് വന്ന വലിയ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒക്കെ കൂടി ഒരു ഗ്രാമത്തെ അല്ലെങ്കിൽ ഒരു ജനസാന്ദ്രതയുള്ള ഒരു മേഖലയാകെ എങ്ങനെ തുടച്ചു മാറ്റി എന്നത് നമുക്കിപ്പോഴും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമായി നിൽക്കുമ്പോൾ ഈ ജീവിതങ്ങൾക്ക് എന്തെന്ത് കാര്യങ്ങളായിരിക്കും നഷ്ടപ്പെട്ടിരിക്കുക. 2-3 ദിവസം കൊണ്ട് വല്ലാത്ത രീതിയിലേക്ക് എന്താണ് പറയാ, നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയങ്ങളുണ്ട്. ശരിക്കും മലയാളികള് പൊളിയാണോ അല്ലേ എന്ന് പറയാം. ശരിക്കും മലയാളികൾ തന്നെയാണ് ഈ ഇന്ത്യയില്, മലയാളികൾ തന്നെയാണ് ഇത്രയേറെ കെട്ടുറപ്പോടെ, ഇത്രയേറെ പാവങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇത്രയേറെ കൂടപ്പിറപ്പുകളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ മലയാളികൾ തന്നെയാണ് എന്ന് എടുത്തു പറയേണ്ട സാഹചര്യമല്ലേ ശരിക്കും മലയാളികൾ ഉണ്ടാക്കിയത്. നമുക്ക് വല്ലാത്തൊരു അഭിമാനം തോന്നുന്നുണ്ട്. അതേസമയം നമുക്ക് ഭരണാധികാരികൾക്കോ അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കോ ഒക്കെ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ജനപ്രവാഹമാണ്. അത് കേവലം കുറച്ചാളുകളൊക്കെ സെൽഫി എടുക്കാനോ അല്ലെങ്കിൽ ആ രംഗം പകർത്താനൊക്കെ പോയിട്ടുണ്ടെങ്കിലും പക്ഷെ വലിയൊരു തരത്തിൽ സമൂഹത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള വലിയൊരു സന്നദ്ധ പ്രവർത്തക സംഘം അവിടെ എത്തിച്ചേരുകയും അവിടുത്തെ ഓരോ മേഖലയിലും ഒരു കല്ലെങ്കിൽ ഒരു കല്ലെടുത്തു വെക്കാൻ കഴിയുന്ന രീതിയിൽ തന്നാൽ കഴിയുന്നത് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് സഹായം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മനസ്സോടുകൂടി അവിടെ എത്തിച്ചേരുകയും ഊണും ഉറക്കവും ഇല്ലാതെ വിശ്രമമില്ലാതെ അവിടെ ആ ചളിപുരണ്ട ആ പ്രദേശത്ത് വലിയ തോതിൽ ചതുപ്പ് നിറഞ്ഞ ആ സ്ഥലത്ത് അവിടെ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ നമുക്ക് എങ്ങനെയാണ് അതിന് വിലയിടാൻ കഴിയുക? അത് മാത്രവുമല്ല, ഈ വയനാടിന് പുറത്തുള്ള കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിന് പുറത്തുള്ളവരിൽ നിന്നും ഒക്കെ നിരന്തരം സഹായങ്ങൾ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച് ഓരോ കൊച്ചുകുട്ടി പോലും ചിന്തിക്കുന്ന രീതിയിലേക്കുള്ള ഒരു മനസ്സ് കേരളത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ളത് അല്ലെങ്കിൽ കേരളത്തിൽ സ്വന്തമായിട്ടുള്ളത് തീർച്ചയായും അഭിനന്ദനാർഹമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട വിഷയം ഇത്തരം പിശാചുക്കളെ, ഇത്തരം എന്താണ് പറയാ, താങ്കൾ പറഞ്ഞ പോലെ തന്നെ വൃത്തികെട്ട മനസ്സിന് ഉടമകളെ ശരിക്കും ജനങ്ങൾ തിരിച്ചറിയണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. എങ്ങനെയാണ് ശരിക്കും വിനോട്ട ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇത്തരം രീതിയിലേക്ക് വാക്കുകൾ ഇവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്? അതായത് ഒരു അമ്മയുടെ രോദനമാണ് ശരിക്കും അത് മനസ്സിലാക്കേണ്ടത്. അത് അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ അമ്മയുടെ പാല് കുടിച്ച് വളർന്ന ആളുകളാണ്. വേറൊരു രംഗം കണ്ടു ബാബു, ഒരു അകിട് ചുരത്താനാവാതെ നിറഞ്ഞ അകിടുമായി നടക്കാൻ പോലും കഴിയാത്ത ഒരു പശു. ആ പശുവിനെ ഒരു വോളണ്ടിയർ, അവൻ കറവയൊന്നും അറിയുന്നവനല്ല, അവന് അതിന്റെ അങ്ങനെ ഫാം നടത്തിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തി നടത്തിയോ ഒന്നും പരിചയമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ നടു റോട്ടിലിട്ട് ആ പശു അവനോട് ചേർന്ന് നിൽക്കുകയാണ്, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ. ആ തിങ്ങി നിറഞ്ഞ ആ അകിട് ചുരത്തിക്കളയുന്നതിന്, അത് കറന്നു കളയുന്നതിന് ആ ചെറുപ്പക്കാരൻ സന്നദ്ധമാവുകയാണ്. ആ കറവ കഴിഞ്ഞതിന് ശേഷം ആ പശു ആ റോഡിലൂടെ നടന്നു പോകുന്ന ഒരു കാഴ്ചയുണ്ട്, അത് കടന്നു വരുന്ന ഒരു കാഴ്ചയുണ്ട്, അതിന് നടക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള, ഞാൻ പറയുന്നത്, എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് എൻ്റെ കൈ എത്തേണ്ടത്, എവിടെയാണ് എൻ്റെ ശ്രദ്ധ എത്തേണ്ടത് എന്ന് മനുഷ്യർ ചിന്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള മനുഷ്യ മൃഗങ്ങൾ അവർക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപക്ഷെ തൻ്റെ കമന്റ് ചർച്ചയായാൽ മാത്രം മതി എന്ന നികൃഷ്ടമായ ബോധമായിരിക്കാം അയാളെ നയിച്ചിട്ടുണ്ടാവുക ഒരു പക്ഷേ. അതെന്തായാലും അദ്ദേഹത്തിന്റെ അകത്തു നിന്ന് വന്ന, അദ്ദേഹം എന്ന് പറഞ്ഞുകൂടാ, അവന്റെ അകത്തു നിന്ന് വന്നതാണ്. ആ അകത്തു നിന്ന് വന്ന ആ ചെളി ഉണ്ടല്ലോ,
അത് വയനാട്ടിൽ ഒഴുകിപ്പരന്ന ചളിയേക്കാളും അവിടെ ഉരുണ്ടുകൂടിയ ഈ പറയുന്ന തരത്തിലുള്ള വലിയ ചതുപ്പിനേക്കാളും വൃത്തികെട്ട ചളിയാണ് അവന്റെ മനസ്സിന്റെ അകത്തുള്ളത്. അതാണ് പുറത്തേക്ക് പരന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തി. ആദ്യമായിട്ടാണ് ഞാൻ പറയുന്നത്, ആദ്യമായിട്ടാണ് ഇത്തരം രീതിയിലേക്ക് കമന്റ് ഇട്ട ആളുകളെ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ധൈര്യസമയം ഇടാൻ കഴിയുന്നത്. ജനങ്ങൾ അങ്ങ് ഏറ്റെടുത്തു ഈ സംഭവം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കമന്റുകൾ, ഇത്തരം മോശമായ കമന്റ് ഇട്ട ആളുകളെ കൈകാര്യം ചെയ്തേ മതിയാവൂ. ഇത് കേരളമാണ്, ഇത് ഉത്തർപ്രദേശ് അല്ല, മറ്റുള്ള സ്ഥലങ്ങളല്ല, ഇത് ഒരു കാരണവശാലും ഇത്തരം സംഭവങ്ങൾ അനുവദിച്ചുകൂടാ എന്നുള്ള പോസ്റ്റുകൾ ഇല്ല. ശരിക്കും നമ്മളെപ്പോലും അത്യാവശ്യം പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ട് ആശുപത്രിയിൽ അത്യാവശ്യം, അതായത് പാല് ചോദിച്ചവന് വീട്ടിൽ തന്നെ കൊണ്ടുപോയി പാല് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സംഭവം. അപ്പോ മുലപ്പാല് അമ്മ കൊടുത്ത മുലപ്പാലുണ്ടല്ലോ, അവൻ കുടിച്ച കുട്ടിക്കാലത്ത് അവൻ കുടിച്ച മുലപ്പാല് പോലും പുറത്തു വന്നിട്ടുണ്ടാവുന്നതാണ്. വീണ്ടും എടുത്തു പറയാണ്, ഒരാളെ കൈകാര്യം ചെയ്യുന്നതോ കയ്യേറ്റം ചെയ്യുന്നതോ ഒരു യാതൊരു കാരണവശാലും അനുവദിക്കുന്നതല്ല. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇതാവാം എന്ന് തെളിയിക്കുകയാണ് സംഭവം, ഇത്തരം സംഭവങ്ങൾ. തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രതികരണമാണ്. അതിനോട് പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യരാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും വഴിക്ക് പോട്ടെ. എന്തായാലും ഇത്തരം ഇത് കുട്ടിക്ക് പാല് കൊടുക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞ ഫാമിലിക്ക് കൂടെ അല്ലെ, അവർക്ക് കൂടെ 2-3 ഫാമിലി പറഞ്ഞാണ്. അപ്പൊ എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ. നിങ്ങളുടെ ആഴം മനസ്സിലാക്കാൻ കഴിയാതെ പോയ കുറച്ച് മൃഗങ്ങളുണ്ട് ഇവിടെ. അവരുടെ എന്താണ് പറയാ, അവരുടെ ഒരു വേട്ടയ്ക്കാണ് നിങ്ങൾ ഇരയായത്. കാര്യം ഇത്രയേറെ ചർച്ച ചെയ്യുന്നതും ഇത്രയേറെ ജനങ്ങൾ ഏറ്റെടുത്തതും ഈ പോസ്റ്റൊക്കെ ശരിക്കും അന്യരാജ്യങ്ങളിലേക്കൊക്കെ ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്ത് വിട്ടു എന്നുള്ളതാണ്. കേരളത്തെ കുറിച്ചൊക്കെ വലിയ രീതിയിലേക്കുള്ള ഒരു മതിപ്പാണ് പല ആളുകൾക്കും എന്നുമുള്ളത്. ഇനി അങ്ങനെ തന്നെ ആവട്ടെ, നമ്മൾ തളരില്ല എന്നുള്ളത് തെളിയിച്ചത് കേരളത്തിൽ ആർക്ക് എന്ത് വന്നാലും എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ തളരില്ല എന്ന് തെളിയിച്ച പോസ്റ്റ് കൂടെ തന്നെയാണ്. നന്ദി, നമസ്കാരം.